ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു ചെറിയ ഫാമിലി വ്ളോഗാണ്. കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു അമ്പലത്തിൽ പോയിട്ട് ഉണ്ട പുഴുങ്ങണമെന്ന്. ഉണ്ട പുഴുങ്ങൽ അതുപോലെ പുഴുക്ക് വഴിപാടെന്നൊക്കെ പറയും. നമ്മൾ നോർമലി പറയുന്നത് ഉണ്ട പുഴുങ്ങലെന്ന് തന്നെയാണ്. വേറെങ്ങുമല്ല, ചേർത്തലക്കാർക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള അമ്പലമാണ്. നമ്മുടെ കണിച്ചുകുളങ്ങര അമ്പലത്തിലാണ് ഞങ്ങൾ ഇന്ന് എല്ലാവരും കൂടെ പോകുന്നത്. രാവിലെ 8:30 പോകണമെന്നൊക്കെ ആയിരുന്നു പ്ലാൻ ചെയ്തത്. പക്ഷേ അവസാനം എല്ലാവരും കൂടെ ഒരുങ്ങി റെഡിയായി വന്നപ്പോഴത്തേക്കും മണി 10 എങ്കിലും 10 മണിയായപ്പോൾ നമ്മളെല്ലാവരും ഇറങ്ങി. അമ്മയുണ്ട്, എൻ്റെ ഹസ്ബൻഡ്, അതുപോലെ നാത്തൂൻ, പിള്ളേർ, അതുപോലെ എൻ്റെ വീട്ടിൽ നിന്ന് അമ്മയും നമ്മളെല്ലാവരും കൂടെയാണ് പോകുന്നത്. അവിടെ ഏകദേശം ഒരു 11:15 നമ്മൾ അമ്പലത്തിലെത്തി. ഭാഗ്യത്തിന് നട അടച്ചിട്ടില്ലായിരുന്നു. വേഗം തൊഴുത് രസീതൊക്കെ എടുത്ത് നമ്മൾ പുഴുങ്ങാനുള്ള പരിപാടി സ്റ്റാർട്ട് ചെയ്തു. തന്നെ നമ്മൾ ചെന്നപ്പോഴേ നട അടക്കാഞ്ഞുകൊണ്ട് തന്നെ വേഗം പോയി പ്രാർത്ഥിക്കാൻ പറ്റി. ദേവീനെ കണ്ടു, നന്നായിട്ട് തൊഴുതു. എന്നിട്ട് നമ്മൾ കൈയും കാലും മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ടാണ് നമ്മൾ ഉണ്ട പുഴുങ്ങലിലേക്ക് കടന്നത്. ഓൾറെഡി രസീതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഉണ്ട പുഴുങ്ങാനായിട്ട് അവിടെ ഓൾറെഡി കുറച്ച് ചേച്ചിമാർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ തീ നമുക്ക് അണയാതെ തീ കിട്ടിയായിരുന്നു. അതല്ലെങ്കിൽ തീ ഇല്ലെങ്കിൽ നമ്മൾ വിളക്കിൽ നിന്ന് തീ എടുത്ത് കത്തിക്കണം. ഇതിപ്പോൾ നമുക്ക് ഓൾറെഡി അവിടെ കത്തിച്ച തീ ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ അതിലേക്ക് നമ്മുടെ വെച്ച് കൊടുത്തു. ആദ്യമേ വെള്ളം വെച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ ഉണ്ടയ്ക്കുള്ള കൂട്ടെല്ലാം റെഡിയാക്കി. അമ്മ ഓൾറെഡി കുഴക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും കൂടി അത് കുഴച്ച് റെഡിയാക്കി. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നപ്പോഴാണ് നമ്മുടെ ഉണ്ട ഓരോന്നോരോന്നായിട്ട് ഇട്ടത്. അപ്പോൾ ആ ഒരു സമയമായപ്പോൾ നമ്മുടെ സദ്യയുടെ ടൈമായി. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു വേഗം കുറച്ച് പേര് പോയി കഴിച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കുറച്ച് പേര് പോയി ഫുഡ് കഴിക്കാൻ പോയി. അടിപൊളി സദ്യയായിരുന്നു. ചതയ ദിനമായിരുന്നു അന്ന്. അതുകൊണ്ട് തന്നെ നമുക്ക് സദ്യ കഴിക്കാൻ പറ്റി. അങ്ങനെ നമ്മൾ വേഗം തന്നെ സദ്യ കഴിച്ചിട്ട് അമ്മേനെയും ചേച്ചീനെയൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടി വിട്ടു. എന്നിട്ട് നമ്മൾ ബാക്കി ഉണ്ട പുഴുങ്ങലിൻ്റെ ഓരോന്നും നോക്കിക്കൊണ്ടിരിക്കാൻ, തീ കൂട്ടും അങ്ങനെയൊക്കെ നോക്കി അങ്ങനെ ഇരുന്നു. അങ്ങനെ ഒരു 2-2.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമുക്ക് ഫുൾ ഉണ്ട റെഡിയായി കിട്ടി. അവസാനം റെഡിയായി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ അവിടെയുള്ള എല്ലാവർക്കും കൊടുത്തു. നമ്മൾ ഒരിക്കലും ഇവിടെ ഉണ്ട പുഴുങ്ങിയിട്ട് എല്ലാം എടുത്തുകൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് പോകരുത്. നമ്മൾ അവിടെയുള്ള ഓരോരുത്തർക്കും അത് ഷെയർ ചെയ്യണം. അങ്ങനെ നമ്മൾ അവിടെ ഇരുന്ന് കുറേ ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും ഒക്കെ ഉണ്ട കൊണ്ട് കൊടുത്തു. എന്നിട്ട് അവിടെ കുറച്ച് ടൂറിസ്റ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കും നോർത്ത് ഇന്ത്യൻസ് ആയിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ അവർക്കും നമ്മളത് ഷെയർ ചെയ്തു. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും നമ്മൾ ഫുഡ് കൊടുക്കാൻ പറ്റിയത്രയും കൊടുത്തു. ശേഷം വൈകിട്ടൊരു 3-3:30-4 കാണുമായിരിക്കും. ആ ഒരു ടൈമായപ്പോൾ നമ്മളെല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി, പാക്ക് ചെയ്ത് ഇറങ്ങി. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയ വഴിപാട് അവസാനം ദേവിക്ക് സമർപ്പിക്കണം. സമർപ്പിച്ച് കഴിഞ്ഞാണ് നമ്മളെല്ലാവർക്കും ഇത് ഷെയർ ചെയ്യേണ്ടത്. അങ്ങനെ സമർപ്പിച്ചിട്ടൊക്കെ നമ്മളെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് നമ്മളവിടെ നിന്ന് ഇറങ്ങുവാണ്. പിള്ളേരുണ്ടായിരുന്നതുകൊണ്ട് തന്നെ നമുക്കവിടെ അടുത്താണ്, കണിച്ചുകുളങ്ങര അമ്പലത്തിന് തൊട്ടടുത്താണ് നമ്മളെ ചെട്ടി ബീച്ച്. അടിപൊളി ബീച്ചാണ്. അപ്പോൾ ഞങ്ങളുടെ കല്യാണത്തിൻ്റെ സേവ് ദ ഡേറ്റിന് ലാസ്റ്റ് ഇവിടെ വന്നത്. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ ഒന്നും കൂടെ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞങ്ങൾ ഫുൾ ഫാമിലി ആയിട്ട് ബീച്ചിലേക്ക് പോയി. പക്ഷെ നമ്മൾ ഗൂഗിൾ മാപ്പ് ഇടുമ്പോൾ ഉള്ള ബീച്ച് ലൊക്കേഷൻ അത്ര രസമില്ല. പക്ഷെ അത് കൂടാതെ ആ ലൊക്കേഷൻ പിടിക്കാതെ നമ്മൾ വീണ്ടും ഒന്ന് ലെഫ്റ്റിലേക്ക് പോയാൽ നമുക്ക് അടിപൊളി ബീച്ച് സൈഡ് കിട്ടും. അങ്ങനെ നമ്മൾ അവിടെ പോയി കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. പിള്ളേർ ഒത്തിരി എൻജോയ് ചെയ്തു, നല്ല ഹാപ്പി ആയിരുന്നു. അവിടെ നിന്നൊരു 4:30-5 ആയപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നീട് പോകുന്ന ഒരു ചായ കുടിയൊക്കെ അങ്ങ് പാസ്സാക്കി ഒരു 7 മണിയോടുകൂടി നമ്മൾ വീട്ടിലെത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ഒരു കുട്ടി വ്ളോഗാണ്, ഒരു കുട്ടി ഫാമിലി വ്ളോഗാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.